നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. എവേ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 4-ൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്ലേ ഓഫിൽ എവേ മത്സരം കളിക്കേണ്ടി വരുമെന്നുള്ളത് ആരാധകർക്കൊരു ആശങ്കയായിട്ട് മാറുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നു, പ്ലേ ഓഫിൽ എവേ മത്സരം കളിക്കേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല. ഹോമിൽ കളിച്ചാലും എവേയിൽ കളിച്ചാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയായിരിക്കും കളിക്കുക. പല എവേ മത്സരങ്ങളിലും ഇത്തവണ മഞ്ഞക്കടൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരാധകർ എതിർ ടീമിൻ്റെ മണ്ണിൽ വന്നുകൊണ്ട്, എതിർ ടീമിൻ്റെ സ്റ്റേഡിയത്തിൽ വന്നുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹോം മാച്ചോ എവേ മാച്ചോ എന്നുള്ളത് പ്രശ്നമല്ല നോക്കൗട്ട് ഫേസിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഹോം മാച്ചോ എവേ മാച്ച് ബ്ലാസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടാകുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി നോ, അങ്ങനെയില്ല. കാരണം ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിലായിരിക്കും പ്ലേ ഓഫിൽ കളിക്കുക. എസ്പെഷ്യലി ഫസ്റ്റ് ഗെയിം അതൊരു നോക്കൗട്ടാണ്, ഒറ്റ ഗെയിം മാത്രമേ ഉള്ളൂ. സോ അവിടെ നമ്മൾ കളിക്കേണ്ടത് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നുമില്ലല്ലോ, ആര് മുന്നോട്ട് പോകുമില്ല എന്നുള്ള കാൽക്കുലേഷൻസ് ഇല്ല, വിജയിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കും അവിടെ കളിക്കുക. മൈൻഡ് സെറ്റ് അങ്ങനെയായിരിക്കും. 90-95 മിനിറ്റ് നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ പോരാടണം. അത് ഹോമിൽ കളിച്ചാലും എവേയിൽ കളിച്ചാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാൻസ്, ഞങ്ങൾക്ക് പലപ്പോഴും ഈ സീസണിൽ എവേ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങളുടെ ഹോമിൽ കളിക്കുന്ന പോലെ ഒരു ഫീൽ ലഭിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇപ്പം എവേ മത്സരം കളിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടാക്കില്ല. കാരണം നിങ്ങൾ എവേ മത്സരം കളിക്കുമ്പോഴും പലപ്പോഴും ആ LOC മഞ്ഞക്കടൽ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫുൾ പവറിൽ, ഫുൾ മോട്ടിവേഷനിൽ വിജയത്തിനായിട്ട് പോരാടേണ്ടതുണ്ട്. അത് ഹോമിൽ കളിച്ചാലും എവേയിൽ കളിച്ചാലും. സോ ഞാൻ വിചാരിക്കുന്നത് ഹോം എവേ എന്നുള്ളത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല. എഗെയിൻ knowing the fact that this is about one game, knockout phase, you have to go for it. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരൊറ്റ മത്സരമേ ഉള്ളൂ, പ്ലേ ഓഫിൽ ഒരൊറ്റ കളിയേ ഉള്ളൂ. അത് ഹോമിൽ കളിച്ചു എവേയിൽ കളിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അവിടെ വിജയിക്കണം, വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ഹോം മത്സരം എവേ മത്സരം എന്നുള്ളതൊന്നും ബ്ലാസ്റ്റേഴ്സിനൊരു പ്രശ്നമാവില്ല എന്ന് തന്നെയാണ് വുക്കുമനോവിച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.